ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു മൈക്രോപ്രൊസസ്സറിൻ്റെ ഡാറ്റ ഫ്ലോയിങ്ങും അതേപോലെ ടൈമിംഗ് ആണ്, ബസ്സിൻ്റെ ടൈമിംഗ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മൈക്രോപ്രൊസസ്സർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ the first step is the reading from the memory. The first step is reading from the memory. അതിനാണ് നമ്മൾ ഫെച്ചിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെമ്മറിയിലുണ്ടാവും. അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്ത് ഡീകോഡ് ചെയ്യണം. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നതിന് റീഡിങ് ഫ്രം ദ മെമ്മറി അതിനാണ് ഫെച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് നല്ലത്. The timing of a data flow when the instruction code, ഒരു ഇൻസ്ട്രക്ഷൻ ആണിത് 01001111, അതായത് 4F എന്നുള്ള ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇങ്ങനെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇത് എന്തിനാണ് നമുക്കറിയാം. 01 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് മൂവ് ചെയ്യാനാണ്. പിന്നെയുള്ള 3 ഇൻസ്ട്രക്ഷൻ 001, അതായത് 000 ആണെങ്കിൽ ബി രജിസ്റ്റർ ആണ്, 001 ആണെങ്കിൽ സി രജിസ്റ്റർ ആണ്. അപ്പോൾ സി രജിസ്റ്ററിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. എവിടുന്നാണ് മൂവ് ചെയ്യേണ്ടത്? 111 എന്ന് പറയുന്നത് അക്യുമുലേറ്ററിനാണ്. അപ്പോൾ അക്യുമുലേറ്ററിൽ നിന്ന് സി രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ 01 എന്ന് പറഞ്ഞാൽ മൂവ്, 001 എന്ന് പറഞ്ഞാൽ സി രജിസ്റ്റർ ആണ്, 111 എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ കോഡാണ് 4F. ഇത് സ്റ്റോർ ചെയ്തേക്കുന്നത് 2005 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. അപ്പോൾ ഇത് മൈക്രോപ്രൊസസ്സറിലേക്ക് ഫെച്ച് ചെയ്യണം. To fetch the byte 4FH, the microprocessor need to identify the memory location 2005 and enable the data from the memory. അപ്പോൾ ആദ്യം മൈക്രോപ്രൊസസ്സർ ഈ 2005 എന്നുള്ള ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഡാറ്റ മെമ്മറിയിൽ നിന്ന് എനേബിൾ ആക്കണം. ഇതിനെയാണ് ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ലൊക്കേഷൻ ആൻഡ് എനേബിൾ ദ ഡാറ്റ ഫ്ലോ ഫ്രം ദ മെമ്മറി. ഇതിനെയാണ് നമ്മൾ ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡാറ്റ ഫ്ലോ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതായത് 2005 എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി ലൊക്കേഷനിൽ 4F എന്നുള്ളതുണ്ട്. ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടറിൽ 2005 എന്നുള്ള അഡ്രസ്സ് ഉണ്ട്. ഇത് അഡ്രസ് ബസ്സിലേക്ക് ലോഡ് ചെയ്യും. അഡ്രസ് ബസ്സിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. അതോടുകൂടെ തന്നെ റീഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽ ഈ ഒരു RD ബാറിനെ ആക്റ്റീവ് 0 ആക്കും. അപ്പോൾ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഈ ഡാറ്റ ബസ്സിൽ ഈ 4FH അവൈലബിൾ ആവും. ഇത് എന്നിട്ട് ഈ ഒരു ഇൻസ്ട്രക്ഷൻ രജിസ്ട്രിക്ക് മൂവ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അതിനെ ഡീകോഡ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്നാണ് നെസസറി ആക്ഷൻസ് നടക്കുന്നത്. ഇതാണ് ആ ഒരു ഡാറ്റയുടെ ഫ്ലോ വരുന്നത്. ഡാറ്റ ബസ്സിൽ അവൈലബിൾ ആയ ആ 4F ഇന്റേണൽ ബസ് വഴി ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ വന്ന് ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ നിന്ന് അത് ഡീകോഡ് ചെയ്ത് അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ആ മൂവ് C, A എന്നാന്നുള്ളത് മനസ്സിലായിട്ട് അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് C എന്നുള്ള രജിസ്ട്രിക്ക് മൂവ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം ഇത്. ടൈമിംഗ് ഡയഗ്രാം നമുക്ക് സ്റ്റെപ്പായിട്ട് പറയാണ് നല്ലത്. അപ്പോൾ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ടൈമിംഗ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് 1, 2, 3, 4, 5 സിഗ്നൽസ് ഡിഫറെൻറ്റ് സിഗ്നൽസ് ഉണ്ട്. ആ 5 ഡിഫറെൻറ്റ് സിഗ്നൽസ് ഇൻ റിലേഷൻ ടു ദ സിസ്റ്റം ക്ലോക്ക് അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ അഡ്രസ് ബസ്സും ഡാറ്റ ബസ്സും. അത് പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. പാരലൽ ലൈൻസ് ആയിട്ടാണ് സാധാരണ കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അഡ്രസ് ബസ്സിൽ എല്ലാം ഗ്രൂപ്പ് ഓഫ് സിഗ്നൽസാണ്, ഒരു സിഗ്നലല്ല ഗ്രൂപ്പ് ഓഫ് സിഗ്നലാണുള്ളത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് സിഗ്നൽസിനെ നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്ന പാരലൽ ലൈൻസ് വെച്ചിട്ടാണ്. കാരണം അതിൽ ചില സിഗ്നൽ 0 ആയിരിക്കും, ചില സിഗ്നൽ ഹൈ ആയിരിക്കും. അപ്പോൾ അതിനൊരു പാരലൽ ലൈൻ ആയിട്ടാണ് കാണിക്കുക. ഇനി അതിൽ ഒരു ക്രോസ് ഓവർ കാണാം. ഈ ക്രോസ് ഓവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂ ബൈറ്റ് അതിലേക്ക് പ്ലേസ് ചെയ്യുന്നുള്ളതിനാണ്. പിന്നെ ഡാഷ്ഡ് ലൈൻസ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻസ്, അത് ഹൈ ഇംപീഡൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ഫിഗർ നോക്കിയാൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് അഡ്രസ് ബസ്. ഇത് അഡ്രസ്സും ഡാറ്റ ബസ്സും ചേർന്നിട്ടുള്ള ആ ഒരു മൾട്ടിപ്ലക്സ് രണ്ട് പർപ്പസിന് യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ 8 ലൈൻസ് ഉണ്ട്, ഇവിടെ 8 സിഗ്നൽസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ലൈൻസ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ ക്രോസ് ഓവർ കാണിക്കുന്നത് അവിടെ നിന്നാണ് ഈ ബൈറ്റ് 20H ഇവിടേക്ക് ലോഡ് ചെയ്യുന്നത്, അതേപോലെ 0H ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ബൈറ്റ് വരുമ്പോഴത്തേക്കാണ് ഈ ക്രോസ് കാണിക്കുന്നത്. ഇവിടെ ഹൈ ഇംപീഡൻസ് സ്റ്റേറ്റ് കാണിക്കുന്ന സമയത്ത് അവിടെ ഡാറ്റ ഒന്നുമില്ല, ഹൈ ഇംപീഡൻസ് സ്റ്റേറ്റ് ആണ് ഈ ഒരു ഡാഷ് ലൈൻസ് കാണിക്കുന്നത്. ഇനി ടു ഫെച്ച് ദ ബൈറ്റ് മൈക്രോപ്രൊസസ്സർ പെർഫോംസ് ദ ഫോളോയിങ് സ്റ്റെപ്സ്. അപ്പോൾ ഒരു
ബൈറ്റ് നമ്മൾ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പോവാണ്. അതിലത്തെ സ്റ്റെപ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ the microprocessor places the 16-bit address from the program counter on the address bus. അത് ഫിഗർ 4.3ൽ shows that T1 എന്ന് പറയുന്നത് at T1 the higher order memory address 20H is placed in address lines A15 to A8. അപ്പോൾ A15 to A8 എന്നുള്ളതിൽ 20H ഉം ഹയർ ഓർഡറും ലോവർ ഓർഡർ 05H എന്നുള്ളത് AD7 to AD0ലും പ്ലേസ് ചെയ്യും. എന്നിട്ട് ALE സിഗ്നൽ ഹൈ ആക്കും. അതുപോലെ സ്റ്റാറ്റസ് സിഗ്നൽ A0 or M bar goes low, indicating that this is a memory related operation. അപ്പോൾ നമുക്കൊരു ഫിഗറിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം കൗണ്ടർ 2005 എന്നുള്ളത് ഡാറ്റ അഡ്രസ് ബസ്സിലേക്ക് പ്ലേസ് ചെയ്യും. ആ പ്ലേസിങ് നടക്കുന്നത് ഈ ഒരു ഓപ്കോഡ് ഫെച്ചിലെ ഈ T1 എന്നുള്ള T1 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പൾസ് ആണ്. ആ ഫസ്റ്റ് ക്ലോക്ക് പൾസിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് 20H പ്ലേസ് ചെയ്ത് എവിടെ A15 to A8 എന്നുള്ളതിൽ AD7 to AD0ൽ 05. അപ്പോൾ അഡ്രസ് 2005 ലോവർ ഓർഡർ ഇതിലും ഹയർ ഓർഡർ ഇതിലും പ്ലേസ് ചെയ്ത്. ഇനി അതേസമയം ALE എന്നുള്ളത് ഹൈ ആക്കി, അഡ്രസ് ലാച്ച് എനേബിൾ ഹൈ ആക്കി. അതായത് ഇത് അഡ്രസ്സാന്നുള്ളത് ഉള്ള ഇൻഫർമേഷനാണ് ഈ അഡ്രസ് ലാച്ച് എനേബിൾ. ഇത് തന്നെയാണ് ഒരു ഡിമൾട്ടിപ്ലെക്സിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ IO ഓർ M bar എന്നുള്ളത് ലോ ആക്കും. അതായത് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് മെമ്മറിയിൽ നിന്നാണ്, IO ഡിവൈസിൽ നിന്നല്ല, മെമ്മറിയിൽ നിന്നാണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ ഈ IO ഓർ M bar ലോ ആക്കുന്നത്. അപ്പം ഇത്രയും കാര്യം ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ the control unit sends the control signal RD bar to enable the memory chip. അപ്പോൾ ഇനി മെമ്മറി ചിപ്പ് മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത 2005 എന്നുള്ളത് അഡ്രസ് ബസ്സിൽ വെച്ച് കഴിഞ്ഞപ്പോൾ മെമ്മറി ലൊക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലത്തെ ഡാറ്റ ഈ ബസ്സിൽ ബസ്സിൽ അവൈലബിൾ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RD bar എന്നുള്ള സിഗ്നലിന് കൺട്രോൾ സിഗ്നലിനെ സെൻഡ് ചെയ്യും. The control signal RD bar is sent out during the clock period T2. ഇത് സെക്കൻഡ് ക്ലോക്കിലാണ് ഇത് നടക്കുന്നത്. അത് ഈ മെമ്മറി ചിപ്പിനെ എനേബിൾ ആക്കും. അപ്പോൾ അതിലത്തെ ഡാറ്റ ഈ ഒരു ഡാറ്റ ബസ്സിൽ അവൈലബിൾ ആവും. The RD bar is active during 2 clock period. T1ൽ ആണ് ഇത് സെൻഡ് ചെയ്തെങ്കിലും T2ലാണ് സെൻഡ് ചെയ്തെങ്കിലും T2ലും T3ലും ഇത് ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതാണ് T2 എന്ന് പറയുന്നത്. ഈ T2ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു RD ബാറിനെ ലോ ആക്കുന്നത്. ആ സമയത്ത് അതിലത്തെ മെമ്മറിയിലത്തെ ഡാറ്റയാണ്, അതായത് 4F എന്നുള്ള ഡാറ്റയാണ് ഈ AD7 to AD0 എന്നുള്ള ഡാറ്റ ബസ്സിൽ ഉണ്ടാവുക. ഇവിടെ അപ്പോഴത്തേക്കും ഇതിന് അഡ്രസ് ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അഡ്രസ് ഈ ഒരു AD7 to AD0ൽ 4FH ഉണ്ടാവുക. ഈ അഡ്രസ്സ് നമ്മൾ ലാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിനാണ് ഈ ALE ഹൈ ആക്കി വെച്ചത് ഒരു ലാച്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഡിമൾട്ടിപ്ലെക്സിംഗ് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു RD ബാർ എന്ന് പറയുന്നത് T2ലും T3യിലും ആക്റ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് the byte from the memory location is placed on the data bus. ഡാറ്റാ ബസ്സിലേക്ക് അത് പ്ലേസ് ചെയ്ത് when the memory is enabled the instruction byte is placed on the bus AD7 to AD0 and transferred to the microprocessor. ഇത് മൈക്രോപ്രൊസസറിലേക്ക് മൂവ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് the RD bar signal causes 4F to be placed on the bus AD7 to AD0 and when RD bar goes high it causes the bus to go into high impedance. അപ്പോൾ രണ്ട് സൈക്കിളിൽ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞ്, അതായത് T2ലും T3ലും. അത് കഴിഞ്ഞ് ഈ 4FH ഓൾറെഡി ഡാറ്റാ ബസ്സിലായിട്ട് മൈക്രോപ്രൊസസറിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും ഈ RD ബാർ ഹൈ ആക്കും. ആ സമയത്ത് ഈ ഒരു ഡാറ്റാ ബസ് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലാണ് കിടക്കുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് the byte is placed in the instruction decoder. അപ്പോൾ ഈ ബൈറ്റ് 4F ഇൻസ്ട്രക്ഷൻ ഡീകോഡറിലേക്ക് പ്ലേസ് ചെയ്യും മൈക്രോപ്രൊസസറിൻ്റെ.
ഇനി ആ ഇൻസ്ട്രക്ഷനിൽ എന്താ പറഞ്ഞേക്കുന്നത് അത് ആണ് പിന്നെ carried out ആവുക. The machine code or byte 4fh is decoded by the instruction decoder and അപ്പോൾ അതിൽ നിന്ന് ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും അക്യുമുലേറ്റർ കണ്ടന്റിനെ രജിസ്റ്റർ സിയിലേക്ക് മൂവ് ചെയ്യാനാണ്. This task is performed during the period T4. ഇതാണ് T4ൽ നടക്കുന്നത്. T4ലാണ് ഈ ഒരു 4fh എന്നുള്ളതിനെ ഡീകോഡ് ചെയ്തിട്ട് അത് എക്സിക്യൂഷൻ നടക്കുന്നത് ഈ ഒരു T4 എന്നുള്ള സൈക്കിളിലാണ് ഓപ്കോഡ് ഫെച്ച് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമ്മൾ ഡീമൾട്ടിപ്ലക്സിങ് എങ്ങനെയെന്നുള്ളത് പറയാം. അതായത് അഡ്രസ് ഓൺ ഹൈ ഓർഡർ എന്ന് പറയുന്നത് 20h ആണ്. ഇത് 3 ക്ലോക്ക് പീരീഡ് അവിടെ ഉണ്ട്. പക്ഷെ ലോവർ ഓർഡർ അഡ്രസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോക്ക് പീരീഡിൽ മാത്രമുള്ളൂ. ദിസ് അഡ്രസ് നീഡ് ടു ബി ഫെച്ച് ആൻഡ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈ ദിസ് അഡ്രസ് നീഡ് ടു ബി ലാച്ച്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഐഡന്റിഫൈ ദ മെമ്മറി അഡ്രസ്. അപ്പോൾ ഇത് നമ്മൾ ലാച്ച് ചെയ്യണം. അതാണ് മെമ്മറി അഡ്രസ്സ് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ 2005 ആണ്. അത് ലാച്ച് ചെയ്യണം. അത് ലാച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഇതിൽ 4f വരും. അപ്പോൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് 204f എന്നായിരിക്കും. അപ്പോൾ ഇതിനെ ഈ 2005 ഈ 05നെ ലാച്ച് ചെയ്യണം ഫസ്റ്റ് ക്ലോക്ക് പീരീഡ് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സർക്യൂട്ടറാണ് ഈ കാണിച്ചേക്കുന്നത്. അഡ്രസ് ബസ് കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലാച്ചിൽ കൊടുത്തിട്ടുണ്ട്. ഈ ALE നിന്ന് ഹൈ വരുമ്പോഴത്തേക്കും ഈ ലാച്ച് എനേബിൾ ആവും. ലാച്ച് എനേബിൾ ആയി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ് ബസ് ഇതിലേക്ക് ലാച്ച് ആവും. അപ്പോൾ ഇവിടെ ഈ ഔട്ട്പുട്ട് കൺട്രോളുള്ള ഈ ഒരു പിന്ന് OC ബാർ ലോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇതിൽ ലാച്ച് ചെയ്ത അഡ്രസ് ഇവിടെ അവൈലബിൾ ആവും. The bus AD7 to AD0 is connected to the latch. Latch ആണ് 74LS373. ഇതാണ് ഈ ലാച്ച് 74LS373 എന്നുള്ള ലാച്ചിലേക്കാണ്. ALE signal is connected to the enable G pin of the latch. ലാച്ചിൻ്റെ G പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് കൺട്രോൾ ആണെങ്കിൽ 0C ബാർ ആണ്. അതായത് 0 കൊടുത്താലാണ് ആക്റ്റീവ് ആവുക. അപ്പോൾ അത് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ALE goes high ഡ്യൂറിങ് T1 ALE ഹൈ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് ഹൈ ആയി കഴിഞ്ഞാൽ ദ ലാച്ച് ഈസ് ട്രാൻസ്പെറൻറ്റ്. ലാച്ചിലേക്ക് എന്ത് ഇൻപുട്ട് വന്നാലും അത് ഔട്ട്പുട്ടിലേക്ക് പോയിക്കോളും. ദിസ് മീൻസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് ഡാറ്റ. ഇനി ഡ്യൂറിങ് T1 ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാച്ച് 05 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വെൻ ദ ALE ഗോസ് ലോ ആകുമ്പോഴത്തേക്കും ദ ഡാറ്റ ബൈറ്റ് 05H ഈസ് ലാച്ച്ഡ് അണ്ടിൽ ദ നെക്സ്റ്റ് ALE. അടുത്ത ALE ഹൈ ആവുന്നത് വരെ ആ ഒരു ലാച്ചിൻ്റെ ഔട്ട്പുട്ട് 05 ആയിട്ട് അവിടെ നിന്നോളും. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ലാച്ച് റിപ്രസെൻറ്റ് ദ ലോവർ ഓർഡേഴ്സ്. അപ്പോൾ ഈ ഒരു ലാച്ചിൻ്റെ ഔട്ട്പുട്ടാണ് ലോവർ ഓർഡർ അഡ്രസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബസ് A7 to A0 ആഫ്റ്റർ ലാച്ചിങ് ഓപ്പറേഷൻ. ലാച്ചിങ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലാച്ചിൻ്റെ ഔട്ട്പുട്ടാണ് ലോവർ ഓർഡർ അഡ്രസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഓപ്പറേഷൻ നടന്നെന്ന് നോക്കാം. ദ മെഷീൻ കോഡ് 4f എന്ന് പറയുന്നത് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്കറിയാം 1 ബൈറ്റ് ഉണ്ട്, 2 ബൈറ്റ് ഉണ്ട്, 3 ബൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ 4fh എന്ന് പറഞ്ഞാൽ ഒറ്റ ബൈറ്റിൽ തന്നെ അതിൽ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അതിലുണ്ട്. അതായത് A എന്നുള്ള കണ്ടന്റ് സിയിലേക്ക് മൂവ് ചെയ്യാനാന്നുള്ളത് ആ ഒരു ഒറ്റ കോഡിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. The 8085 microprocessor requires one external operation fetching a machine cycle from the memory code. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഓപ്പറേഷൻ ആണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. 2005 എന്ന് ഒരു മെഷീൻ കോഡ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യണം. The entire operation fetching, decoding and executing requires 4 clock period ആണ്. ഈ ഒരു ഫെച്ച് നടത്താനും ഡീകോഡ് നടത്താനും എക്സിക്യൂട്ട് നടത്താനും 4 ക്ലോക്ക് പീരീഡ് ആണ് നമുക്ക് ആവശ്യം വന്നത്. ഇതിൽ കുറച്ച് ടേംസ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എൻ ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ ഒരു ഒറ്റ ഇൻസ്ട്രക്ഷന് 4 ക്ലോക്ക് പീരീഡ് ആവശ്യം വന്ന് ആ ടൈം റിക്വയർഡ് ആണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. The 8085 instruction cycle consists of 1 to 6 machine cycle or 1 to 6 operation വരാൻ നടക്കാറുണ്ട്. മെഷീൻ സൈക്കിൾ എന്താണ്?
is defined as the time required to complete one operation of accessing memory. Memory access ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ IO access ചെയ്യാനുള്ള or acknowledging an external request ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടൈമാണ്. This cycle may consist of 3 to 6 T state. In figure 4.3 instruction cycle and machine cycle are same. ഒറ്റ ബൈറ്റ് ഉള്ളോ. അപ്പോൾ ഒരു ഓപ്പറേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മെഷീൻ സൈക്കിൾ, ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ഉള്ളതാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇത് രണ്ടും സെയിം ആണ്. ഈ ടി സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വൺ സബ് ഡിവിഷൻ ഓഫ് ദ ഒരു ഓപ്പറേഷന്റെ സബ് ഡിവിഷൻ പെർഫോംഡ് ഇൻ വൺ ക്ലോക്ക് പീരീഡ്. These subdivisions are internal states synchronized with the system clock period നായിട്ട് synchronized ആണ്. Each T state is precisely equal to 1 clock period. അപ്പോൾ നേരത്തെ 4 ക്ലോക്ക് പീരീഡ് ഉണ്ട്, അതിൽ ഒരെണ്ണത്തിന് നമ്മൾ T state എന്ന് പറയുന്നത്. The term T state and clock period are often used synonymously. 8085ന്റെ മൈക്രോപ്രൊസസറിന്റെ കേസിൽ 74 ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ ടൈപ്സ് ഉണ്ട്. ഈ ഒരു ഇൻസ്ട്രക്ഷന് 2 പാർട്ട് ഉണ്ട് നമുക്കറിയാം. ഓപ്പറേഷൻ കോഡ്, ഓപ്പ് കോഡും പിന്നെ ഓപ്പറൻറ്റും. ഓപ്പ് കോഡ് എന്ന് പറയുന്നത് ഒരു കമന്റ് ആണ്, ആഡ് ചെയ്യുക, അങ്ങനത്തെ കമന്റ്സ് ആണ്. പിന്നെ ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് ഏതിനെയാണ് ആഡ് ചെയ്യേണ്ടത്, ആ കണ്ടന്റ്, ആ ഒരു ബൈറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് ദ രജിസ്റ്റർ ആണ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത്. ചില ഇൻസ്ട്രക്ഷൻസ് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, മൂവ് C, A എന്ന് പറയുന്നത്. പിന്നെ മൾട്ടി ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ the 8085 നീഡ്സ് ടു പെർഫോം വാരിയസ് ഓപ്പറേഷൻ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ മെമ്മറി റീഡ് റൈറ്റ്, IO റീഡ് റൈറ്റ്, പല ഓപ്പറേഷൻസും പെർഫോം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ there is no direct relation between the number of byte of an instruction and number of operation. number of byte ഉം number of operation ഉം തമ്മിൽ റിലേഷൻസ് ഒന്നുമില്ല. അതായത് ഒരു ബൈറ്റ് ആണെങ്കിൽ ഇത്ര ഓപ്പറേഷൻ, 2 ബൈറ്റ്, അങ്ങനെ ഒരു കണ്ടീഷന് ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല. Basically, the microprocessor external communication function can be divided into 3 categories ആയിട്ട് എടുക്കാം. അതായത് മൈക്രോപ്രൊസസർ എക്സ്റ്റേണൽ ഫംഗ്ഷൻ ആയിട്ട്, എക്സ്റ്റേണൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒന്ന് മെമ്മറി റീഡ് റൈറ്റ്, രണ്ടാമത്തത് IO റീഡ് റൈറ്റ്, ആൻഡ് മൂന്നാമത്തെ റിക്വസ്റ്റ് അക്നോളജ്. These functions are further divided into various machine cycles. ഓരോന്നിനും പല മെഷീൻ സൈക്കിൾസ് വേണം. Each instruction consists of one or more of this machine cycle. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷന് ഒന്നിൽ കൂടുതലോ മെഷീൻ സൈക്കിൾ ഉണ്ടാവും. ഒരു മെഷീൻ സൈക്കിളിന് കുറേ T സ്റ്റേറ്റ് ഉണ്ടാവും. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്താണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണ്, മെഷീൻ സൈക്കിൾ എന്താണെന്ന് T സ്റ്റേറ്റ്. അപ്പോൾ T സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് പീരീഡ് ആണ്. മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ആവശ്യമുള്ള T സ്റ്റേറ്റ്സ് ആണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനുള്ള ടൈമാണ്, ടൈം റിക്വയർഡ് ആണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഓപ്കോഡ് ഫെച്ച്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓപ്കോഡ് ഫെച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, അത് ഓപ്കോഡ് ഫെച്ച് ആണ്. അതിനകത്ത് കംപ്ലീറ്റ് ആ ഇൻസ്ട്രക്ഷനും, അതായത് ഇൻസ്ട്രക്ഷൻ സൈക്കിളും സെയിം ആണ്, മെഷീൻ സൈക്കിളും സെയിം ആണ്. പിന്നെ 4 T സ്റ്റേറ്റും ആവശ്യം വന്ന്, അപ്പോൾ ഒരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എങ്ങനെ ഫെച്ച് ചെയ്യാന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു മെമ്മറി റീഡ് മെഷീൻ സൈക്കിൾ കൂടി കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓപ്കോഡ് ഫെച്ച് ആയിട്ടാണ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷന് ഡിസ്കസ് ചെയ്താലാണ് നമുക്ക് മെമ്മറി റീഡ് സൈക്കിളിൻ്റെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ഓൾറെഡി ചെയ്തതാണ്. ഇവിടെ നമ്മൾ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ദ എക്സിക്യൂഷൻ ഓഫ് എ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു എക്സാമ്പിൾ 2 മെഷീൻ കോഡ്സ് 0011 1110, അതായത് 3EH and 0011 0010, അതായത് 32H are stored in memory location 2000 and 2001 respectively. ഇപ്പോൾ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇതും 2001ൽ ഇതും. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ മൂവ് ഇമീഡിയറ്റ് MVI A,30H. അപ്പോൾ അതായത് 32H എന്നുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ MVI A എന്നുള്ളതിൻ്റെ മെഷീൻ കോഡാണ് 3E, അതായത് അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ള ഇൻഫർമേഷനാണ് ഇതിന് വരുന്നത്. ഇവിടെ 32 എന്ന് പറയുന്നത് ഈ ഡാറ്റയാണ്.
ആ 32 എന്നുള്ള ഡാറ്റയാണ് എടുക്കേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു മൂവ് MVI A എന്നുള്ളത് ഓപ്പ് കോഡ് ഫെച്ച് ചെയ്ത് അതിനെ ഡീകോഡ് ചെയ്യണം. ഇത് ഡാറ്റയാണ്, ഇതിനെ ഡീകോഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ the first machine code 3EH represent the op code ആണ് to load a data byte in the accumulator, and the second 32H represent the data byte to be loaded in the accumulator. എന്താണ് ലോഡ് ചെയ്യേണ്ടത്, അതാണ് 32H. ഇവിടെ നമ്മൾ ടൈമിങ് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഓപ്പ് കോഡ് ഫെച്ചിന് ഉള്ള ടൈം റിക്വയർഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. മെമ്മറി റീഡിനുള്ളതും എൻ്റയർ ഇൻസ്ട്രക്ഷൻ സൈക്കിളിനുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലോക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 2 MHz ആണെങ്കിലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ the first instruction of 2 byte, the first is opcode and second is data byte. The 8085 needs to read this data byte from the memory. അപ്പോൾ opcode ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും മെമ്മറിയിലാണ് ഉണ്ടാവുക, അത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം. and thus required at least 2 machine cycle വേണം. ഒന്ന് opcode ഫെച്ച് ചെയ്യാൻ ഒരു മെഷീൻ സൈക്കിൾ, ഒരു ഓപ്പറേഷന് ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ opcode ഫെച്ച് ചെയ്യാൻ ഒരു മെഷീൻ സൈക്കിൾ, പിന്നെ ഡാറ്റ ബൈറ്റ് ഫെച്ച് ചെയ്യാൻ രണ്ടാമത്തെ മെഷീൻ സൈക്കിൾ. അപ്പോൾ 2 മെഷീൻ സൈക്കിൾ ആവശ്യമുണ്ട്. The first machine cycle is opcode fetch. ആ opcode fetch നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു 4F എന്നുള്ള മൂവ് സി കോമ എ എങ്ങനെയാണോ ഫെച്ച് ചെയ്തത് അതേ തന്നെയാണ് ഈ 3E എന്നുള്ള ഡാറ്റ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഡാറ്റയും എവിടെയാണ് സ്റ്റോർ ചെയ്തത്. അപ്പം നേരത്തെ എക്സാമ്പിൾ 2005 സ്റ്റോർ ചെയ്ത 4F എന്നുള്ളതാണ് നമ്മൾ ഫെച്ച് ചെയ്തത്. ഇവിടെ നമ്മൾ 2000 3E എന്നുള്ളതാണ് ഫെച്ച് ചെയ്യുക, അത്ര വ്യത്യാസമുള്ള, ബാക്കിയെല്ലാം സെയിം ആണ്. And the second machine cycle is memory read. This instruction requires 7 T-state for these 2 machine cycle. അപ്പോൾ opcode fetchന് നമുക്കറിയാം 4 മെഷീൻ സൈക്കിൾ വേണം. T1 നമ്മൾ അഡ്രസ്സ് ലോഡ് ചെയ്ത് T2 T3 നമ്മൾ റീഡിങ് നടക്കുന്നുണ്ട്, T4 അതിനെ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 2 മെഷീൻ സൈക്കിളാണ്. ഒന്നാമത്തേത് അത് ഓപ്കോഡ് ഫെച്ച് തന്നെയാണ്, രണ്ടാമത്തേത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുക, 32H എന്നുള്ളത് റീഡ് ചെയ്യാണ്. അപ്പം ടോട്ടൽ 7 T-states ആവശ്യമുണ്ട്, 2 മെഷീൻ സൈക്കിളാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ദ ഫസ്റ്റ് മെഷീൻ സൈക്കിൾ ഈസ് ഐഡന്റിക്കൽ ടു ബെസ്റ്റ് ടൈമിംഗ് വിത്ത് മെഷീൻ, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു എക്സാമ്പിളിൻ്റെ സെയിം ആണ്. ഓൺലി ഡിഫറൻസ് ഈ അഡ്രസ്സ് വ്യത്യാസം ഉണ്ടെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇനി ആ ഓപ്കോഡ് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓപ്കോഡ് ഫെച്ച് ദ 8085 എന്താ വെച്ചാൽ 2000 അത് അതിൻ്റെ ശേഷം 2001 നമ്മുടെ ഡാറ്റ കിടക്കുന്നത്, അതിനെ പ്ലേസ് ചെയ്യും ഓൺ ദ അഡ്രസ് ബസ്. എന്നിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻക്രിമെൻ്റ് ചെയ്യും, അടുത്ത അഡ്രസ്സിനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ അഡ്രസ് ബസ്സിൽ ഉണ്ടാവുക 2001 ആണ്, അതിലാണ് നമ്മുടെ 32H. അപ്പോൾ അവിടെയാണ് നമ്മൾ സെക്കൻഡ് മെഷീൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെമ്മറി റീഡാണ്. അപ്പോൾ മെമ്മറി റീഡ് ആയതുകൊണ്ട് തന്നെ IO ഓർ MBAR എന്നുള്ളത് 0 കൊടുക്കണം, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാറ്റസ് സിഗ്നൽ പഠിക്കുമ്പോൾ പഠിച്ച S1 1ഉം S0 0 ആണ് കൊടുക്കേണ്ടത്. ALU 1 ആക്കി കൊടുക്കണം, കാരണം സെക്കൻഡ് അഡ്രസ് ഈ 2001 അഡ്രസ്സിനെ ലാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലത്തെ T1 ഈ സംഭവം നടക്കുന്നത്. T2 നമ്മൾ RD ബാറിനെ ലോ ആക്കും, അതായത് ആ ഒരു 32 എന്നുള്ള നമ്പർ അഡ്രസ് ബസ്സിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. So at the rising edge of T2, the 8085 activate the data bus activate ചെയ്തിട്ട് ഇൻപുട്ട് ബസ് ആയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ 32 എന്നുള്ള ഡാറ്റ അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യും. And the 8085 reads and stores the byte in accumulator during T3. അപ്പോൾ T3 എന്ന് പറയുന്ന ഇതാവുമ്പോഴത്തേക്ക് അവിടെ ഡീകോഡിംഗ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പിന്നെ 32H റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്താൽ മതി. അപ്പോൾ T3 എന്നുള്ള ആ T സ്റ്റേറ്റിൽ അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്ത്, അപ്പോൾ ഓപ്കോഡ് ഫെച്ചിന് 4 T സ്റ്റേറ്റും ഈ ഒരു മെമ്മറി റീഡിന് 3 T സ്റ്റേറ്റും ടോട്ടൽ 7 T സ്റ്റേറ്റ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്ലോക്ക് പീരീഡ് എന്ന് പറയുന്നത് 2 MHz ആണ്. അതിൽ T സ്റ്റേറ്റ് 1/2 MHz കാണുമ്പോഴത്തേക്കും ഒരു ക്ലോക്കിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 0.5 മൈക്രോസെക്കൻഡ് ആണ്. ഓപ്കോഡ് ഫെച്ചിന് നമുക്കറിയാം 4T ഉണ്ട്, ഡീകോഡിംഗ് ഉള്ളതുകൊണ്ട്, അതായത് 4T × 0.5 = 2 മൈക്രോസെക്കൻഡ് ആണ്. മെമ്മറി റീഡിന് 3 എണ്ണം മതി, കാരണം ഡീകോഡിംഗ് ഇല്ല, അപ്പോൾ 1.5 മൈക്രോസെക്കൻഡ് ആണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ടോട്ടൽ 7 T സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ 3.5 മൈക്രോസെക്കൻഡ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ ഈ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത 2 byte ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഇനി ഹൗ ടു റെക്കഗ്നൈസ് എ മെഷീൻ സൈക്കിൾ. ഇപ്പോൾ 2
എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരുന്നു, അതിനൊരു മെഷീൻ സൈക്കിളാണ്. സെക്കൻഡിൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്, അതിന് 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആവശ്യം വന്നു. ഹവർ ദർ ഈസ് നോ ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ പക്ഷേ ഈ 2 എക്സാമ്പിളിൽ ഇങ്ങനെ വന്നു വെച്ചിട്ട് 1 ബൈറ്റിന് 1 മെഷീൻ സൈക്കിൾ, 2 ബൈറ്റിന് 2 മെഷീൻ സൈക്കിൾ എന്നുള്ള റിലേഷൻ ഇല്ല. ഒരു നോ ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ബൈറ്റ്സ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ദ നമ്പർ ഓഫ് മെഷീൻ സൈക്കിൾ റിക്വയർഡ് ടു എക്സിക്യൂട്ട് ദ, അങ്ങനെ ഡയറക്റ്റ് റിലേഷൻ അല്ല, ഈ 2 കേസിൽ അങ്ങനെ വന്നെന്ന് മാത്രം. ഇനി അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. STA സ്റ്റോർ അക്യുമുലേറ്റർ 2065, അതായത് അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് 2065 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യണം. അതൊരു 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. കാരണം STA എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ വേണം, 65 സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം, 20 സ്റ്റോർ ചെയ്യാൻ ഒരു മെമ്മറി ലൊക്കേഷൻ വേണം. അപ്പോൾ 3 ബൈറ്റ് ആണ്. മെഷീൻ സൈക്കിൾ 4 ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒന്ന് ഇതിനെ റീഡ് ചെയ്യണം, 2 65നെ റീഡ് ചെയ്യണം, 3 20നെ റീഡ് ചെയ്യണം. 3 റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്റർ കണ്ടന്റിനെ ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യണം. അതാണ് 4ാമത്തെ ഓപ്പറേഷൻ. അപ്പം 4 മെഷീൻ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തേന് 4 ടി സ്റ്റേറ്റ് ആണ്, ബാക്കിയുള്ളതിനൊക്കെ 3 ടി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 13 ടി സ്റ്റേറ്റ് ആവശ്യം വരും. അപ്പോൾ ഇത് പറഞ്ഞത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് വിചാരിച്ചിട്ട് 3 മെഷീൻ സൈക്കിൾ അല്ല, ഇവിടെ 4 മെഷീൻ സൈക്കിൾ ഉണ്ട്. കാരണം നമ്മൾ ഈ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്ററിലത്തെ കണ്ടന്റ് ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്പറേഷനും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ 2010ലാണ് STA എന്നുള്ളതിൻ്റെ 32H സ്റ്റോർ ചെയ്തേക്കുന്നത്. 2011ൽ 65 എന്നുള്ള നമ്പറും 2012ൽ 20 എന്നുള്ള നമ്പറും ഹയർ ഓർഡർ അഡ്രസ്സും സേവ് ചെയ്തേക്കുന്നത്. This is a 3 byte instruction. However, it has 4 machine cycle with 13T state. The first operation in the execution of instruction is opcode fetch ആണ്. അതിനാണ് 4 T state. ഒരു ആദ്യത്തെ ഓപ്പറേഷൻ, ആദ്യത്തെ മെഷീൻ സൈക്കിൾ അതിനാണ്. The 8085 requires 3 T states for each subsequent operation. Thus 9 T states are required for the remaining machine cycle. അപ്പോൾ ആദ്യത്തേൽ 4 ഓപ്കോഡ് ഫെച്ചിന് 4 T state, ബാക്കിയുള്ള 3 ഓപ്പറേഷന് 3 ഓപ്പറേഷൻസ് ഉണ്ട്. ഈ 3 ഓപ്പറേഷൻസിന് 3 T state വെച്ചിട്ട് വേണം. അതാണ് 13 T state വന്നത്. Therefore, the opcode fetch in the instruction must be a 4 T state machine cycle, the same as one described previous example. Opcode fetch നെ explain ചെയ്തപ്പോൾ 4 T state വേണമെന്ന് പറഞ്ഞ്. The 2 machine cycle following the opcode fetch must be memory read. പിന്നെ നമുക്ക് ആ ഒരു ഓപ്കോഡ് STA എന്നുള്ള ഓപ്കോഡ് ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോവർ ഓർഡർ അഡ്രസ് 65നെ റീഡ് ചെയ്യണം, പിന്നെ ഹയർ ഓർഡർ അഡ്രസ് 20നെ റീഡ് ചെയ്യണം. അതിന് 2 മെമ്മറി റീഡാണ്. നേരത്തെ 2 ബൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത ആ മെമ്മറി റീഡ് നടക്കുന്നുണ്ട്. അതിന് 2നും 2 മെഷീൻ സൈക്കിൾ വേണം, 3 T സ്റ്റേറ്റ് ഉള്ള. Therefore, before it can execute the instruction. അപ്പോൾ എക്സിക്യൂഷൻ നടക്കുന്നില്ല, ആ ഒരു മെമ്മറി ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. Now let us examine what the instruction does. It stores or writes the content of the accumulator in the memory location. 2065 content write ചെയ്യണം. Therefore, the last machine cycle must be memory write ആണ് last machine cycle. അപ്പോൾ in the first machine cycle 8085 places 2010 place ചെയ്യും on the address bus, എന്നിട്ട് 32H എന്നുള്ള STA യുടെ ഓപ്കോഡ് ഫെച്ച് ചെയ്യും. സെക്കൻഡ് മെഷീൻ സൈക്കിളിൽ ഇതിനാണ് 4 T state